ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിതരെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 50-ാം വചനത്തില് നാം ഇപ്രകാരം വായിക്കുന്നു: ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാര് കടലിൽ വെച്ച് അതിശക്തമായ തിരമാലയിലും അതുപോലെ തന്നെ വലിയ കാറ്റിലും പെട്ട് ആപത്തിലേക്ക് കടന്നു ചെല്ലുന്നവരോടാണ് യേശുനാഥൻ ഇപ്രകാരം പറയുന്നത്. വീണ്ടും പറയുക മാത്രമല്ല, അവൻ എന്താണ് ചെയ്തത്? ശിഷ്യന്മാരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഇനി ശിഷ്യന്മാരായിരിക്കുന്ന വഞ്ചിയിലേക്ക് കയറുന്നു. ആ വഞ്ചിയിലേക്കാണ് തിരമാല അടിച്ചു കയറുന്നതും അതിശക്തമായ കാറ്റിൽ പെട്ടതും. ഇനി ആ വഞ്ചിയിലായിരുന്നു കൊണ്ട് തന്നെ അവൻ ആ കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നു. അതായത് അവരുടെ പ്രയാസത്തിലേക്ക് അവൻ കടന്നു ചെല്ലുന്നു. ആ പ്രയാസത്തിലായിരിക്കുന്ന ശിഷ്യന്മാരുടെ ഇടയിലേക്ക് ചെന്ന് നിന്നതിന് ശേഷം അത് അവരിൽ നിന്നും അകറ്റുന്നു. ആ പ്രയാസം അവരിൽ നിന്നും അകറ്റിക്കളയുന്നു. പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രയാസങ്ങളില്, നിന്റെ ബുദ്ധിമുട്ടുകളില് നീ നിന്റെ ദൈവത്തെ, ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ട് ആ പ്രയാസങ്ങളിലേക്ക്, ആ ബുദ്ധിമുട്ടുകളിലേക്ക് നീ ഈശോയെ സ്വീകരിക്കുമ്പോൾ നിന്നിൽ നിന്നും ആയിരുന്നു കൊണ്ട് തന്നെ, നിന്റെ പ്രയാസത്തിൽ നിന്നും ആയിരുന്നു കൊണ്ട് തന്നെ അവൻ അതിനെ ദൂരെ അകറ്റിക്കളയുന്നു. നിന്റെ വിശ്വാസം യേശുവിനെ നിന്റെ ജീവിതത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് നീ വിളിച്ചു വരുത്തുകയും അങ്ങനെ ആ ക്ഷണം സ്വീകരിച്ച് യേശുനാഥൻ നിന്നിലായിരിക്കുകയും അങ്ങനെ നിന്നിലായിരുന്നു കൊണ്ട്, നിന്റെ പ്രയാസങ്ങളിലായിരുന്നു കൊണ്ട് അവയെ ദൂരെ അകറ്റുകയും ചെയ്യുന്നു. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നമുക്ക് അതിശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇന്നത്തെ എൻ്റെ പ്രയാസത്തിലേക്ക് നീ കടന്നു വരണമേ. ഇന്നത്തെ എൻ്റെ ആപത്തിലേക്ക് നീ കടന്നു വരണമേ. ഇത് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് നീ കടന്നു വരണമേ എന്ന് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.